ഹായ് ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ സീരിയലിന്റെ പുതിയ ഭാഗത്തെ അച്യുതൻ വന്നിട്ട് സത്യദാസിന്റെ അടുത്ത് സംസാരിക്കണേ. ഭൂമിയുടെ അച്ഛനല്ലേ, വരൂ, എന്നെ എങ്ങനെ അറിയാം എന്ന് അച്യുതൻ ചോദിക്കുമ്പോൾ സൗഭാഗ്യപുരത്ത് പൂജയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ അച്യുതൻ ചോദിക്കും, മകളെ കാണാതായിട്ട് എത്ര വർഷമായി? 22 വർഷം. അച്യുതൻ ഞെട്ടുട്ടോ. ഇപ്പോ മകൾക്കപ്പോൾ എത്ര വയസ്സായി കാണും? 24 കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? സത്യദാസ് അതേന്ന് പറയുമ്പോൾ അച്യുതൻ വീണ്ടും ഞെട്ടാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ മകൾ വലുതായിട്ടുണ്ടാവുമല്ലോ, കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും? സത്യദാസ് പറയും, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് കുറച്ച് ബാലിഷ്ടാണ്. അവളുടെ കഴുത്തിലെ കുടുംബ ചിഹ്നത്തിന്റെ ഒരു മാല ഉണ്ടായിരുന്നു. അതിപ്പോൾ ഉണ്ടാവോ ഇല്ലയെന്നൊന്നും അറിയില്ല. രണ്ടാമത്തത്, അവളുടെ കഴുത്തിന്റെ പിറകിലെ ബാക്ക് സൈഡിലെ ഒരു മറകുണ്ട്. ഇത് കേൾക്കുന്ന അച്യുതൻ അങ്ങ് ഞെട്ടി ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. ഭൂമിയുടെ കഴുത്തിൽ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ അച്യുതൻ ചോദിക്കും, അതേ രീതിയിലുള്ള ഒരുപാട് കുട്ടികൾ ഉണ്ടാവില്ലേ, എങ്ങനെ തിരിച്ചറിയും? സത്യദാസ് പറയും, അങ്ങനെ ഒരു കുട്ടിയെ കണ്ടെത്തുകയാണെങ്കിൽ DNA ടെസ്റ്റ് നടത്തും. അപ്പോൾ അച്യുതൻ ഒന്നുകൂടെ പേടിക്കും. എന്തായാലും ഞാൻ ചായ എടുക്കാന്ന് പറഞ്ഞിട്ട് സത്യദാസ് ചായ എടുക്കാൻ പോകും. അപ്പോഴാണ് ഭൂമിയുടെ കുഞ്ഞിലെ ഫോട്ടോ അവിടെ കാണുന്നത്. അച്യുതൻ വിഷമത്തോടു കൂടെ ആ ഫോട്ടോ ഇങ്ങനെ നോക്കി നിൽക്കണേ. അപ്പോഴേക്കും സത്യദാസേ ചായയായിട്ട് അങ്ങോട്ട് വരും. എൻ്റെ മോൾ എന്ത് സുന്ദരിയല്ലേ? അച്യുതൻ പറയും, അതെ. അങ്ങനെ ചായ വാങ്ങിച്ചിട്ട് അച്യുതൻ ചോദിക്കും, ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഇപ്പൊ മകളെ രണ്ടാൾക്കാർക്ക് കിട്ടി. അവരുടെ സ്വന്തം മകളെ പോലെ സാറിന്റെ മോളെ വളർത്തി വലുതാക്കി. പോലീസുകാരെങ്ങനെയോ ആ കുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞാല് സാറ് എന്ത് ചെയ്യും? അത് കേൾക്കുന്ന സത്യദാസ് പറയും, നല്ല കഥ. അച്യുതൻ ചോദിക്കും, അങ്ങനെ മകളെ കണ്ടെത്തി കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ആ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മയും കാണാന് സാറ് സമ്മതിക്കോ? ഇത് കേൾക്കലും സത്യദാസ് പറയും, ഇല്ല, ഒരിക്കലും ഇല്ല. 22 വർഷം എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞിട്ടുണ്ട്. 24 മണിക്കൂറും എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ വേണം. എൻ്റെ മോളെ തിരിച്ചു കിട്ടിയാലേ അവളുടെ ഓർമ്മയെന്ന് അവരെ ഞാൻ ഫുള്ളായിട്ട് മായ്ച്ചു കളയും. ഞാനാണ് അവളുടെ അച്ഛൻ. ആ സ്ഥാനം വേറെ ആർക്കും കൊടുക്കില്ല. ഇതൊക്കെ കേൾക്കുന്ന അച്ഛനങ്ങ് ഷോക്കാവും. അപ്പോൾ സത്യദാസ് പറയും, ഒരു സാങ്കല്പിക ചോദ്യത്തിന്റെ പുറത്താ നമ്മൾ തർക്കിച്ചത്. അച്യുതൻ പറയും, ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ചായ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങാട്ടോ. എന്നിട്ട് ഭൂമി മകളെ വിട്ടു പോകുമെന്നുള്ള ഒരു ആലോചനയിൽ വിഷമിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സൗഭാഗ്യപുരത്താണ്. അവിടെ വിവാഹ നിശ്ചയത്തിനായിട്ടുള്ള ഒരുക്കങ്ങളിലാട്ടോ. അങ്ങനെ എത്ര ആൾക്കാർ വേണം എന്ന് നോക്കുമ്പോൾ അഞ്ജന പറയും 1000 ആൾക്കാരെന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഞെട്ടിപ്പോകും. അപ്പോഴേക്കും സത്യദാസും അങ്ങോട്ട് വരുന്നുണ്ട്. അഞ്ജനയുടെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് സത്യദാസ് പറയാണ്. അപ്പൊ അജയ് അങ്ങോട്ട് വരും. അജയുടെ അടുത്ത് മുത്തശ്ശി പറയും, നിശ്ചയത്തിനുള്ള ഡ്രസ് കോഡ് നോക്കും മോനെ. അഞ്ജന കാണിക്കാൻ നിൽക്കുമ്പോഴേക്കും കുഴപ്പമില്ല, അതൊക്കെ എൻ്റെ ഫോണിലേക്ക് അയച്ചാൽ മതി, ഞാൻ ഓഫീസിൽ ചെന്നിട്ട് നോക്കിക്കോളാം. നീ ഇപ്പൊ പോവാണോ? എനിക്ക് പോകണം, കുറച്ച് ജോലിയുണ്ട്. അപ്പൊ പിന്നെ ഭൂമിയോടും അഭിപ്രായം ചോദിക്കാലോ. ഭൂമി നല്ല ഇന്റലിജന്റ് ആണ്. ഇത് കേൾക്കുമ്പോ അഞ്ജനയ്ക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. അതുപോലെ ഭവാനിക്കും. അങ്ങനെ ഭൂമിയെ കുടുംബസമേതം വിളിക്കണമെന്ന് അജയ് പ്രത്യേകം പറയുമ്പോൾ മുത്തശ്ശി പറയും, പിന്നല്ലാതെ ഭൂമി എന്തായാലും ഉണ്ടാകും. ഇതും അഞ്ജനയ്ക്ക് ദേഷ്യം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ് പറയും, അഞ്ജന ഒന്ന് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി അവർ രണ്ടുപേരും സംസാരിക്കാട്ടോ. അഞ്ജന ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അജയ് പറയും, വിവാഹ നിശ്ചയത്തിന് ഭൂമി ഇവിടെ എത്തും. മുത്തശ്ശിയുടെ അനുഗ്രഹത്തോടു കൂടെ ഞാൻ ഭൂമിയുടെ വിരലില് മോതിരം അണിയിക്കും. ഇത് കേൾക്കുമ്പോൾ അഞ്ജന ഷോക്കാവും. ആ ഷോക്കാവുന്ന തിരക്ക് തന്നെ അജയ് അവിടുന്ന് പോവാട്ടോ. ശേഷം പിന്നീട് കാണിക്കുന്നത് അച്യുതൻ രാത്രി ഇരുട്ടായത് പോലും അറിയാതെയാണ് കേട്ടോ ആ ഒരു ടെൻഷനിൽ വീട്ടിലേക്ക് വന്നു കയറുന്നത്. അംബികയ്ക്കും, അയാളെ കണ്ടോ? അച്യുതൻ പറയും, കണ്ടോ. അത് ഭൂമിയുടെ അച്ഛൻ തന്നെയാണോ? അയാൾ പറയും, അതെ. ഭൂമിയുടെ കഴുത്തിലെ മറുകിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോ അംബിക ആകെ ഞെട്ടും. അപ്പൊ നമ്മുടെ മോളെ? അച്യുതൻ പറയും, ഇല്ല, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. കൊന്നാലും ശരി, എൻ്റെ മോളെ കുട്ടി ഞാൻ ഇവിടുന്ന് പോകും. അപ്പോഴേക്ക് സ്ഥലം വിടണം. ഞാൻ അയാളോട് നമ്മളാണ് വളർത്തിയെന്ന് പറഞ്ഞില്ല, പക്ഷേ വെറുതെ ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും വളർത്തിയിട്ട് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ മോളെ നമ്മളെ കാണിക്കാൻ വിടുമെന്ന്. അയാൾ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞ സത്യദാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അംബിക ഞെട്ടി പോവാണേ. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നമ്മുടെ നാട്ടിലേക്ക് പോകണം. നാളെ പോയാല് മറ്റന്നാൾ അവിടെ എത്തും. നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അവരകത്തേക്ക് കയറി പോവാട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭൂമി കടയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുമ്പോൾ അങ്ങോട്ട് സത്യദാസ് വരിക കേട്ടോ. സാറിൻ്റെ ഇവിടെ ഒരു കോഫി കുടിക്കാൻ വന്നതാ, അത് വെറുതെ എന്ന് ഭൂമി അറിയുമ്പോൾ വെറുതെ ഒരു സ്ഥലം വരെ പോയപ്പോൾ ഇങ്ങോട്ട് കയറിയെന്നേ ഉള്ളൂ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഭൂമി ചായ എടുക്കാട്ടോ. സത്യദാസ് ചോദിക്കും, കട എപ്പോഴാ അടയ്ക്കുക? ഭൂമി പറയും, 11 മണി. കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലേ രാത്രി 12 വരെ നിൽക്കും. ഇത് നിൽക്കുമ്പോൾ ഉറങ്ങണ്ടേ? അപ്പൊ ഭൂമി അറിയും, ജീവിതാവസാനം മുഴുവനായിട്ട് ഉറങ്ങാൻ സമയം കിട്ടല്ലേ എന്ന് പറഞ്ഞ് ചായ കൊണ്ടു കൊടുക്കുക. പിന്നെ ഇന്ന് ഭൂമിയുടെ അച്ഛൻ അച്യുതൻ വീട്ടിൽ വന്നിരുന്നോ? അച്ഛനോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പൊ സത്യദാസ് ചോദിക്കും, എല്ലാം പറയോ? ഭൂമി പറയും, എന്താ സംശയം, എല്ലാം പറയും. നല്ല അച്ഛൻ.
ഹാ അതിലൊരു സംശയമില്ല സാറേ. അങ്ങനെ ഇവര് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് സമയം പോകുന്നതേ അറിയില്ല കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പോകാൻ നേരത്ത് സത്യദാസ് അവിടെയുള്ള ലക്ഷ്മി ചേച്ചിയുടെ അടുത്ത് ഇവരുടെ ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറയും. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുക്കും. അത് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് പോവാട്ടോ. പോയി കഴിയുമ്പോൾ ആ ചേച്ചി പറയും, നല്ല സാറല്ലേ? ഭൂമി പറയും, അതെ. സാറിന്റെ ഭാര്യയും മകളെയും കാണാതെ ഇരിക്കുക, തെരഞ്ഞു നടക്കുക പാവം. ഭൂമിയും ആ വിഷമത്തിൽ പങ്കുചേരുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അച്യുതനും അംബികയും കൂടെ പോവാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കണേ. അംബിക പറയുന്നുണ്ട്, ഇതിന് മോള് സമ്മതിക്കോ? അപ്പൊ അച്യുതൻ പറയും, കുറച്ച് മുഷിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, സമ്മതിപ്പിച്ച് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നിനക്ക് പറ്റുമോ നമ്മുടെ മോളെ നഷ്ടപ്പെടുത്താൻ? ഇല്ല, പക്ഷേ ആരാ അവളുടെ അച്ഛൻ എന്ന് പറയോ? അച്യുതൻ പറയും, ഞാൻ തന്നെ, നീ അവളുടെ അമ്മ. അപ്പോഴും അംബിക പറയും, അങ്ങനല്ല, എല്ലാരും സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മോശം കഥാപാത്രങ്ങളാക്കില്ലേ? അച്യുതൻ പറയും, 22 വർഷം വളർത്തി വലുതാക്കിയ അച്ഛന്റെയും അമ്മയുടെയും മനസ്സെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റണം. അപ്പോഴേക്കും ഭൂമി കാറായിട്ട് വരും. കാറിലെ ആ കൊണ്ടുവന്ന ആള് പറയും, ഈ കാറ് മാറ്റി പുതിയ കാറ് വാങ്ങിച്ചൂടെ? അപ്പൊ ഭൂമി പറയും, ആഹാ, ഇത് അച്ഛന്റെ ജീവനാ. അപ്പോഴേക്കും അച്യുതൻ വരും, എന്താ അവിടെ? അപ്പൊ ഭൂമി പറയും, ഇവൻ പറയണേ അച്ഛനെ എക്സ്ചേഞ്ച് ചെയ്യാനേ, പുതിയ അച്ഛനെ വാങ്ങിക്കാനേ. അച്യുതൻ പറയും, എന്നിട്ട് മോളെന്ത് പറഞ്ഞു, പുതിയ അച്ഛനെ വേണോ? ഭൂമി പറയും, അച്ഛനങ്ങനെ പറഞ്ഞാലും ഹും എനിക്ക് അങ്ങനെയൊന്നും വേണ്ടേ. വാ മോള് വന്നേ എന്ന് പറഞ്ഞിട്ട് അവരകത്ത് പോവണേ. അപ്പോഴേക്കും ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഒടുക്കി വെച്ചത് കാണുമ്പോ ഭൂമിക്കും, ഇതെന്താ അമ്മയെല്ലാം ഒതുക്കി വെക്കുന്നത്? അച്യുതൻ പറയും, നമുക്ക് നാട്ടിലേക്ക് പോകാം മോളെ. ഇത് കേൾക്കുന്ന ആ ഭൂമി ഞെട്ടി നിൽക്കുന്നിടത്താട്ടോ ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.